ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹെൽത്ത് ജേർണി സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കണ്ടിട്ടുള്ളവരെല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സർസൈസെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നും ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും പല ആഗ്രഹങ്ങളോടൊക്കെ തന്നെ ഒരു നല്ല ഹെൽത്ത് നേടിയെടുക്കണമെന്ന് വിചാരിച്ച് പലതും തുടങ്ങും. ചിലർ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കും, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറയും. ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുന്നവരുണ്ട്, നടക്കാൻ പോകുന്നവരുണ്ട്, എക്സർസൈസ് ചെയ്യുന്നവരുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോൾ വേണ്ടാന്ന് വെക്കും. അതെന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ വേണ്ടാന്ന് വെക്കുന്നത്? നിങ്ങളിപ്പം വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തതുകൊണ്ട് ഒരിക്കലും വണ്ണം കുറയില്ല. കൊളസ്ട്രോൾ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ 3 മാസമെങ്കിലും കണ്ടിന്യൂസ് നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്താലേ നിങ്ങളുടെ കൊളസ്ട്രോൾ കുറഞ്ഞു വരുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് വന്നാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. 10 ദിവസം കൊണ്ട് വണ്ണം കുറയ്ക്കണമെന്നോ 10 ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ കൊളസ്ട്രോൾ കുറയ്ക്കണമെന്നോ, നമുക്ക് ഇത്രയും വർഷം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യത്തെ നമുക്ക് തിരിച്ചു കിട്ടണമെന്നോ വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ഹെൽത്തിലേക്ക് വരണമെന്ന്. പക്ഷേ അങ്ങനെ വരുന്നത് ആ ഒരു സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഒരു ചെടി നട്ടാൽ അത് എത്ര നാൾ കൊണ്ടാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. ഒരു റോസ് ചെടിയായാലും ഒരു മാവായാലും ഒക്കെ നമ്മൾ കൊണ്ടുവന്നത് അതിൻ്റെ വിത്ത് പാകി അല്ലെ അതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് നട്ട് കഴിയുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ അല്ലെ 10 ദിവസം കഴിയുമ്പോൾ അതിനകത്ത് പൂ പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. അതിനൊരു സമയമുണ്ട്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വളം ഇട്ട് കൊടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് അത് ആ കറക്റ്റ് അതിൻ്റെ സമയമാകുമ്പോൾ അത് പൂക്കും. മാവാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ മാവിൻ്റെ മാങ്ങ സീഡ് ഇട്ട് കഴിഞ്ഞ് അത് കിളിച്ച് വന്ന് അതിലൊരു മാങ്ങ പിടിക്കണമെങ്കിൽ അതിനൊരു ടൈമുണ്ട്. അതിനെ നമ്മൾ പരിപാലിക്കുന്നതനുസരിച്ചാണ് അതിന് റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് റിസൾട്ട് തരിക തന്നെ ചെയ്യും. പെട്ടെന്ന് റിസൾട്ട് വേണമെന്നും പറഞ്ഞ് നിങ്ങൾ ആരോഗ്യ കാര്യത്തിൽ ഓടി നടന്നാൽ അത് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇപ്പോൾ എക്സർസൈസ് ചെയ്യാൻ തുടങ്ങുന്ന ആൾ വണ്ണം കുറയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഓടുകയും ചാടുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് വിപരീത ഫലമാണ് കിട്ടുന്നത്. നമുക്കൊരു റുട്ടീനുണ്ട്. നമ്മുടെ ഹാർട്ട് ഒരു ദിവസം ഇത്ര വേഗത്തിൽ ഇടിക്കാവുള്ളൂ എന്നുള്ളതുണ്ട്. ഹാർട്ട് ബീറ്റ് ഇത്ര ആകാവുള്ളൂ എന്നുണ്ട്. അതിൽ കൂടുതലാകുമ്പോൾ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ അത് തളർന്നു പോകും. അതുപോലെ നമ്മുടെ ഓരോ അവയവങ്ങളും അങ്ങനെ തന്നെയാണ്. കാലിൻ്റെയൊക്കെ മസിൽ കയറി പിടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ എക്സർസൈസ് ചെയ്യുന്നത് അതിന് ഗ്രാജുവലായിട്ട് അതിൻ്റെ ടൈം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യത്തോടെയുള്ള നിങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ജയന്തി പ്രകാശ്. നിങ്ങളുടെ ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. ചെറിയ ചെറിയ ആരോഗ്യകരമായ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ടാവും. അതിലേക്ക് വരാം. ആരോഗ്യകരമായ കാര്യങ്ങളുമായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.